ഓക്കേ. കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം. അല്ലടാ, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോലും ബംഗാളിയാണോ? അപ്പൊ ബാൻഡിനോ? അവൻ ബംഗാളിയല്ല, അവൻ അതേ നേപ്പാളി. നേപ്പാളിയോ? പിന്നെന്താടാ, ഇവിടെ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വരെ ഹിന്ദിക്കാരും ബംഗാളികളുമാ. അപ്പൊ അവസാനം വരെ നമ്മുടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കില്ല. തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ? ഓണറെ വിളിച്ചിട്ട് സ്പാനർ എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ നിന്റെ അടുത്തേക്ക് വരിക. ശ്രദ്ധിച്ച് കേട്ടോളാം. പടക്കം ഡുമിൽ ഡുമിൽ ഡുമില് ടോപ്പ്, ബാൻഡ് ഡമാൽ 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 സ്റ്റാർട്ട്. എങ്ങോട്ട് നോക്കിയാ? ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ്സായാൽ പൈസ നഹി. പൈസ നഹി. ഇവരോട് എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കുക? അവസാനമായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. പടക്കം പൊട്ടി തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ്. ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ്. അതായത് ഡുമില് 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 ഡമാൽ ഡമാൽ. നീ എന്തുവായി പറഞ്ഞു പറഞ്ഞേ? പടക്കം നിർത്തുന്നു, ബാൻഡ് തുടങ്ങുന്നു, ബാൻഡ് നിർത്തുന്നു, പടക്കം തുടങ്ങുന്നു. വരിക. ഇതിനാ ഇത്ര ഡയലോഗ്? ഏത് ഭ്രാന്തരാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്? അതിന്റെ പണിയാ മുതലാളി. പെണ്ണു തിരക്കന് വരുമ്പോഴല്ലേ പടക്കം പൊട്ടിക്കണ്ടേ? അതിന് കല്യാണം നടന്നിട്ടില്ല. കല്യാണം നടന്നില്ലെന്നോ? നിർത്തണടാ. കല്യാണം നിർത്താൻ പറ്റും, പക്ഷെ ബാലപ്പടക്കം നിർത്താൻ പറ്റില്ല മുതലാളി. വെള്ളം ഒഴിക്കടാ. വെള്ളം അടിച്ചിട്ട് തന്നെ അവന്മാര് തുടങ്ങിയത്. വെള്ളം ചോദിച്ച പടക്കം നിന്നെ കൊന്നുകളഞ്ഞ് ഞാൻ വെള്ളത്തിന് വേണ്ടി പടക്കാനായിട്ട്. വെള്ളം കൊണ്ടൊന്ന് പുണ്യഹം കളിക്കുന്നതാണ്. ഇങ്ങനെ ഒഴിയടാ, ഇങ്ങനെ ഒഴിക്കടാ. ഇപ്പൊ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയനാ. അവന്മാര് തുടങ്ങിയോ? നിർത്താൻ പറയണ മുതലാളി. എന്താണ് ഇത്? ആക്കമുഖ്യ മുതലാളി. നിർത്താൻ പറയടാ. വിവരം കേട്ടാ ടൈമിംഗ് കറക്റ്റാ സാർ. എടാ ചൊറിയൻ ചേമ്പ, എന്താടാ ചൊറിയണ? നിന്റെ സമയം ശരിയില്ലാത്ത. ഏയ് പോകാൻ പറയടാ. ഉത്തരവ് മുതലാളി. എല്ലാരും വിട്ടോ 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 വിട്ടോ. പിരിഞ്ഞു പോ, പിരിഞ്ഞു പോ, പിരിഞ്ഞു പോ. ക്ഷമിക്കണം മുതലാളി, നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്യാണം നടക്കുന്നേ. അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ. കുറച്ച് ടൈമിംഗ് മിസ് ആയി. ക്ഷമിക്കണം മുതലാളി, ക്ഷമിച്ചെന്ന് പറ മുതലാളി. പോയിട്ട് അരമണിക്കൂറായി. പോയാ? ഇതേത് വണ്ടിയാ? സദ്യ കൊണ്ടുവരുന്നാണോ? ഇയാളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മുതലാളിയെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഈ വിഗങ്ങളിൽ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കുടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇപ്പൊ വരെ സാറേ. വിളിച്ചോ മുതലാളി? ആരെല്ലാം ചെയ്ത്? ഇവനാ മുതലാളി. അല്ലേ കളോടിയോട് ചോദിക്കും. അഴിച്ചു മാറ്റമല്ല. ശരി. ഇത് തനിയെ പൊട്ടുന്നതാ. അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുക. വിഷമിക്കണ്ട മുതലാളി, ഇതൊന്നും കണക്കിൽ വരില്ല. ഇതൊക്കെ എവിടുന്ന് കേൾക്കുന്നു? പടക്കം പൊട്ടി ഉടനെ തുടങ്ങി. ഇവനാ പറഞ്ഞത്. എന്താ കാശ് കൊടുത്തതല്ലേ, എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞതാ. പോയി നിർത്താൻ പറ. ടൈമിംഗ് കറക്റ്റ് അല്ല സാർ. അയ്യോ, യു ഹാപ്പി? പോയിനടാ, ഒന്ന് പോയിട്ടാ. സാർ, എന്നെ എപ്പോഴാ കൊണ്ടുവിടാൻ പോകുന്നേ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാ. കൈക്കൂലി വാങ്ങാൻ പോകുമ്പോ, കഞ്ഞി കുടിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പോലും ഞാനിടില്ല. മനസ്സിലായിക്കോ? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? മുതലാളിയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞേ. ഇയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടാക്കാനാ പറഞ്ഞേ. തെളിച്ചു പറയണ്ടേ? ഇത് തന്നെയല്ലേ രാവിലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. തണ്ണി അടിച്ചിട്ട് എല്ലാം തല തിരിഞ്ഞ ചെയ്തോണ്ടിരിക്കുന്നേ. കൊണ്ടുവിട്. പടക്കം പൊട്ടി, ബാൻഡ് തുടങ്ങാം. പടക്കം അവര് തുടങ്ങി.
ആകാശ് നിക്കടാ. ഞാനാണ് അവളുടെ പിന്നാലെ പോയത്. അവളല്ലേ പറഞ്ഞ അവള് നിന്റെ അമ്മ ആയിക്കോളാന്ന്. പറഞ്ഞോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാരും നാണം കെടുത്തിയത്? വാടാ. ഞാൻ അച്ഛനാന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേടല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്ന് വെച്ചാ എനിക്ക് ജീവന്റെ ജീവന. നീ അന്ന് ചോദിച്ചില്ലേ നിന്റെ അമ്മയെ പോലെയാണോ അവരെന്ന്? നിന്റെ അമ്മയ്ക്ക് പകരമാകാൻ ആർക്കും ആവില്ല. കുഞ്ഞിന്റെ ജന്മത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം മറച്ചുവെച്ച് എനിക്ക് വേണ്ടി നിന്നെ നൊന്തുപെട്ട നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചവൾ ആരെക്കൊണ്ട് നിന്റെ അമ്മയെ പോലെ ആവാൻ പറ്റില്ല. ഞാൻ വഴക്കാളിയാടാ, പഠിപ്പില്ലാത്ത റാസ്കൽ. എന്നാൽ അവളെ പോലെ കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. ഇനി മേല അമ്മ ഗിമ്മ എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം മാറും. ഗുഡ് നൈറ്റ്. ഇനി അച്ഛനെയും അമ്മയെയും കല്യാണം കഴിപ്പിക്കാന്നുള്ളത് നടക്കാത്ത കാര്യോ? എന്താ രണ്ടാളും ഡള്ളായിരിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. നീയും അമ്മയും കൂടി ആദ്യം കാനഡയ്ക്ക് പോകുന്നു. ഓക്കെ? അവിടെ പോയി മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിയാം. താങ്ക് യു അച്ഛാ.